കൂട്ടുകാരെ, അപ്പോൾ അരിതമെറ്റിക് സീക്വൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് പേജ് നമ്പർ 26 ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ദ ഫോർത്ത് ടേം ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് 8. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് സം ഓഫ് പെയേഴ്സ് ഓഫ് ദ ടേം ഗിവൺ ബിലോ, തേർഡ് ആൻഡ് ഫിഫ്ത്ത്, സെക്കൻഡ് ആൻഡ് സിക്സ്ത്, ഫസ്റ്റ് ആൻഡ് സെവൻത്ത്. അതിൽ ബി ക്വസ്റ്റ്യൻ, what is the sum of third term, fourth term and fifth term? What is the sum of 5 terms of from the second to sixth? What is the sum of seven terms of the first to seventh? ഒരു സമാന്തര ശ്രേണിയിലെ നാലാം പദം 8 ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് പദങ്ങളുടെ തുക കാണുക. മൂന്നാം പദവും അഞ്ചാം പദവും, രണ്ടാം പദവും ആറാം പദവും, ഒന്നാം പദവും ഏഴാം പദവും. മൂന്നാം പദം, നാലാം പദം, അഞ്ചാം പദം എന്നീ 3 പദങ്ങളുടെ തുക എന്താണ്? രണ്ടാം പദം മുതൽ ആറാം പദം വരെയുള്ള 5 പദങ്ങളുടെ തുക എന്താണ്? ഒന്നാം പദം മുതൽ ഏഴാം പദം വരെയുള്ള 7 പദങ്ങളുടെ തുക എന്താണ്? ഓക്കെ, സോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നും. സോ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്. നമ്മൾ കൺസെപ്റ്റ് എവിടെ പഠിച്ചിട്ടുണ്ട്? ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ പാർട്ടിൽ ഞാൻ എന്ത് ചെയ്തിട്ട് കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് മിഡിൽ ടേമിൻ്റെ കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ മിഡിൽ ടേമിൻ്റെ കൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക. ഒരു 4-5 പോയിന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് കണ്ടിട്ട് ശേഷം മാത്രമേ ഇവിടെ വന്നാൽ ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം എന്ന് പറയുന്ന ഒരു ഫോർമുലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർത്ത് ടേം ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ആ ഒരു ടേം എടുത്ത് എഴുതുകയാണ്. ഫോർത്ത് ടേം നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യാം? x4 ആണ്. x4 8 തന്നിട്ടുണ്ട് അല്ലേ. നമുക്കിവിടെ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ടോ? കോമൺ ഡിഫറൻസ് തന്നിട്ടില്ല. ഓക്കെ, നമുക്കിവിടെ വേറെ ഏതെങ്കിലും ടേം തന്നിട്ടുണ്ടോ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് പറയാം. ഇപ്പോൾ ഫോർത്ത് ടേമിൽ നിന്ന് 10th ടേം കൂടി തന്നിട്ടുണ്ടെങ്കിൽ 6d കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കായിരുന്നു. ഇവിടെ അതും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കോമൺ ഡിഫറൻസ് ഇവിടെ ഇല്ല. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻഡപ്പായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സബ് ക്വസ്റ്റ്യൻ എന്താ പറയുക? ഫൈൻഡ് ദ സം ഓഫ് പെയേഴ്സ്. ഇവിടെ ഓരോ പെയേഴ്സിൻ്റെ സമ്മ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മിഡിൽ ടേം വെച്ചിട്ട് ഒരു പെയറിൻ്റെ സമ്മ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? എല്ലാ പെയേഴ്സും മിഡിൽ ടേമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ഓരോ പെയേഴ്സ് എടുത്താലും അതിൻ്റെ എല്ലാം സമ്മ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുക. ഇപ്പോൾ തൽക്കാലം ഫോർത്ത് ടേം എന്ന് പറയുന്നത് 8 ഞാൻ ഇവിടെ ഫോർത്ത് ടേം മാർക്ക് ചെയ്തു. ഇതാണ് എൻ്റെ x4 എന്ന് പറയുന്നത്. അത് 8 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര ടേം ഉണ്ടെന്ന് നമുക്കറിയോ? അതും അറിയത്തില്ല. കോമൺ ഡിഫറൻസും അറിയത്തില്ല. വേറെ ഒന്നും അറിയത്തില്ല. ആകെ ഒരു ഫോർത്ത് ടേം 8 മാത്രം അറിയാം അല്ലേ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുവാണ്. അതാ ആദ്യം ചോദിച്ചേക്കുന്ന ഈ ക്വസ്റ്റൻ എന്താ? തേർഡ് ടേമിനെയും ഫിഫ്ത്ത് ടേമിൻ്റെയും സമ്മ്. തേർഡ് ടേം എന്ന് പറയുന്നത് എന്താ? x3 ആണ് അല്ലേ. ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് എന്താ? x5 ആണ്. ഇവരൊരു ബന്ധം നോക്കി. ഈ x3 x5 ഞാനിവിടെ എഴുതി വെക്കിയതാ. കണ്ടോ? x3 x5. ഓക്കെ, ഇവർ തമ്മിലുള്ള ബന്ധം നോക്കിയേ. കണ്ടോ? ഫോർത്ത് മിഡിൽ ടേം ആണെങ്കിൽ സപ്പോസ് ടു ബി എന്ന് വിചാരിക്കാം. ഓക്കെ, ആണെങ്കിൽ തേർഡ് ടേമും ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് എന്താ? ഒരു പെയർ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിഡിൽ ടേം ആണെങ്കിൽ തൊട്ടപ്പുറത്തും കിടക്കുന്നതാണ് ഫസ്റ്റ് പെയർ, അതിൻ്റെ അപ്പുറത്തും കിടക്കുന്നതായിരിക്കും സെക്കൻഡ് പെയർ. അങ്ങനെ ഓരോ പെയേഴ്സ് നമ്മൾ എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ഈ മിഡിൽ ടേം ഫോർത്ത് ടേം ആണെന്ന് വിചാരിക്കുക. അസ്യൂം ചെയ്യാം. നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അസ്യൂം ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നോക്കിയേ, ഈ അപ്പുറത്തും കിടക്കുന്ന x3യും x5ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു തുകയായിരിക്കും അല്ലേ. ഇനി അടുത്ത് നോക്കി x2 രണ്ടാമത്തെ ടേം ആറാമത്തെ ടേം, അത് അടുത്ത പെയർ അല്ലേ. 2ഉം 6ഉം കണ്ടോ? അടുത്ത പെയറാണ്. അപ്പോൾ ആ പെയർ നമുക്ക് ആദ്യം കിട്ടിയ പെയറിൻ്റെ സം എന്താണോ അത് തന്നെയായിരിക്കും രണ്ടാമത്തെ പെയർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമ്പർ നോക്കിയൊക്കെ x1ഉം x7ഉം ടിപ്പിക്കലി കറക്റ്റ് കണ്ടോ? x1ഉം x7ഉം അടുത്ത പെയർ അല്ലേ. 1ഉം 7ഉം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 1ഉം 7ഉം കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് എന്ത് കിട്ടും? മൊത്തം എത്ര എണ്ണം ഉണ്ടോ അതിനപ്പോൾ പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നടുവിലെ ടേം കിട്ടും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. 7 + 1/2 എത്രയാ? 7 + 1 8, 8/2 4 അല്ലേ മിഡിൽ ടേം ആയിട്ട് ഇവിടെ കിടക്കണേ. ഓക്കെ ആണോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, ആ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇനി ആ നമ്പർ സമ്മ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഞാൻ താഴെ എഴുതി വെക്കണേ ഏതൊക്കെ സമ്മ? x3 + x5 എനിക്ക് കണ്ടുപിടിക്കണം. ഒരു പെയറാണ് അല്ലേ. അപ്പോൾ ആ പെയറിൻ്റെ സമ്മ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ വേറൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? മിഡിൽ ടേമിൻ്റെ ഇരട്ടി ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ആ സമ്മ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ മിഡിൽ ടേം എത്രയാണ്? 8 ആണ് അല്ലേ. സം ഓഫ് പെയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സം ഓഫ് പെയർ എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേം ഇൻറ്റു 2 ആണ്. ഓക്കെ, സോ സം ഈസ് ഈക്വൽ ടു
മിഡിൽ ടേം ഇൻറ്റു ടു. എം ടിന്ന് എഴുതരുത് കേട്ടോ, ഞാൻ ഷോർട്ട് ആക്കിയിട്ട് മിഡിൽ ടേമിന് എം ടിന്ന് എഴുതുന്നതാണ്. അങ്ങനെ എഴുതരുത് മക്കളെ, മിഡിൽ ടേം തന്നെ എഴുതി പഠിച്ചോളാം. ഓക്കെ, സോ സം ഓഫ് പെയർ എന്ന് പറയുന്നത് x3 + x5 എത്രയായിരിക്കും? മിഡിൽ ടേം കൂടെ എത്രയാണ് നമുക്കറിയാം, 8 അത് ഇൻറ്റു 2 = 16. അവിടുത്തെ സം ഓഫ് പെയർ എന്തായിരിക്കും? 16 ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ പെയറുകൾ ഈക്വലാ എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടിയില്ലേ? ഏതൊക്കെയാ എന്ന് പറഞ്ഞ്, x2ഉം x6ഉം അല്ല അടുത്തത്, അതിൻ്റെ എന്തായിരിക്കും? മിഡിൽ ടേം ഇൻറ്റു 2 എന്ന് വെച്ചാൽ എന്താ? 8 ഇൻറ്റു 2. മിഡിൽ ടേം മാറുന്നുണ്ടോ അവിടെ? ഇല്ല, മിഡിൽ ടേം അപ്പോഴും എന്ത് തന്നെയാണ്? 8 തന്നെയാണ്. 8 ഇൻറ്റു 2 തന്നെ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത പെയർ ഏതാ? x1 + x7. ഓക്കെ, ലാസ്റ്റ് തറ്റത്ത് കിടക്കുന്ന രണ്ടെണ്ണം. ഓക്കെ, അതും എന്ത് തന്നെ? മിഡിൽ ടേം ഇൻറ്റു 2 ആണ്. മിഡിൽ ടേം എത്ര തന്നെയാണ്? 8 തന്നെയാണ്. വേറെ സീക്വൻസ് അല്ലല്ലോ, സെയിം സീക്വൻസ് ആയത് മിഡിൽ ടേം 8 തന്നെയാണ്. ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 കിട്ടും. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ എന്താ? മിഡിൽ ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇതിൻ്റെയും പെയർ കണ്ടുപിടിക്കാം. പെയറേ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ എന്തെല്ലാം നമുക്ക് കിട്ടിയേക്കുന്നത്? നമ്പറാണോ? ഒന്നാമത്തെ ടേം കിട്ടിയോ? ഇല്ല. രണ്ടാമത്തെ ടേം കിട്ടിയോ? ഇല്ല. പക്ഷെ ആ ഒരു പെയർ ഒന്നാമത്തെയും ഏഴാമത്തെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? 16 ആയിരിക്കും. നമുക്ക് മനസ്സിലായി. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ 3 കൺസെപ്റ്റ് യൂസ് ചെയ്തു. ഒന്നാമത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്തു. മിഡിൽ ടേമിൻ്റെ അപ്പുറത്തും കിടക്കുന്ന പെയേഴ്സ് ഈക്വൽ ആയിരിക്കും എന്നുള്ളൊരു ടേം ഇത് യൂസ് ചെയ്തു. അടുത്തൊരു കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്ത് ഏതാണ്? മിഡിൽ ടേമിൻ്റെ ഇരട്ടി ആയിരിക്കും സം ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ മറ്റേ വീഡിയോ കാണാത്തവർക്ക് ഇത് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ആ വീഡിയോസ് നിർബന്ധമായിട്ടും കണ്ടിരിക്കാട്ടോ. ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് കണ്ടിട്ട് വേണം ഇവിടെ വരാൻ വേണ്ടി. ഓക്കെ ആണല്ലോ. ഓക്കെ, എനിക്ക് അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേം? ഓക്കെ, ഇതേപോലെ തന്നെ വീണ്ടും ചോദിച്ചേക്കുക. ഓക്കെ, ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ദ സം ഓഫ് ഏതൊക്കെയാ? x3 + x4 + x5 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് നോക്കി. നമ്മൾ ഓൾറെഡി ആര് കണ്ടുപിടിച്ചിട്ട്? x3 + x5 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. x4 എത്രയാണ് നമുക്ക് ഓൾറെഡി അറിയാം, 8 അറിയാം. 3 കൂടെ കൂട്ടിയാൽ പറയാം. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, സോ സം ഈസ് ഈക്വൽ ടു x3 + x5. ഞാനൊന്ന് അടുപ്പിച്ച് എഴുതുകയാണ്. x3 + x5 + x4. അതായത് ഒന്ന് ഓർഡറിലാക്കി എഴുതി. എനിക്ക് എഴുതാൻ വേണ്ടി എളുപ്പത്തിന് x3ഉം x4ഉം കൂടെ ഒരുമിച്ച്, x3 x5ഉം കൂടെ ഒരുമിച്ച് എഴുതി. x4നെ അപ്പുറത്ത് എഴുതി. ഓക്കെ, റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി x3 + x5 എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി നമുക്കറിയാം. നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്? 16 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, x4 എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 8 കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ 16 + 8 എത്രയാണ്? 24. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 ടേമിൻ്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. എത്രയാ? 24 കണ്ടുപിടിച്ചു. എങ്ങനെ കിട്ടിയേ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? x3ഉം x5ഉം കൂടി കൂട്ടിയ 16 കണ്ടുപിടിച്ചിട്ടുണ്ട്. x4 ഓൾറെഡി നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? 8 തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണും വിചാരിക്കുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ക്വസ്റ്റ്യന് ലോജിക്കലി ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, വാട്ട് ഈസ് ദ സം ഓഫ് 5 ടേംസ് സ്റ്റാർട്ടിങ് ഫ്രം 2 to 6? സെക്കൻഡ് ടേം മുതൽ 6th ടേം വരെയുള്ള ഇത് രണ്ടാം പദം മുതൽ 6ാം പദം വരെയുള്ള 5 പദങ്ങളുടെ തുക എന്ന് വെച്ചാൽ അർത്ഥം എന്താന്ന് നോക്കിയും? രണ്ടാം പദം x2. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, x2 + x3 + x4 + x5 + x6 അല്ലേ? രണ്ടാം പദം മുതൽ 5 നോക്കി, 1 2 3 4 5. ഓക്കെ, ഇത് എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓൾറെഡി നമുക്ക് ക്ലിക്കായി. ഏതാ? ഓക്കെ, 3 4 5 ഓൾറെഡി നമുക്ക് എത്രയാണെന്ന് അറിയാം. 24 ആണ് തൊട്ട് മുകളിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടിയാൽ മതി? 2ഉം 6ഉം കൂടെ. 2ഉം 6ഉം ഓൾറെഡി നമ്മൾ എന്താണ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 16 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ സം ഈസ് ഈക്വൽ ടു എത്രയാണ്? 24 + 16. ഓക്കെ, ഇങ്ങനെ കാണുമ്പോൾ ഡയറക്റ്റ് ആഡ് ചെയ്തിട്ട് ആൻസർ തെറ്റിക്കരുത്. 40 ആൻസർ വരെ. 24 + 16. 4ഉം 6ഉം 10. 0 ബാക്കി 1. 2 + 1 3. 3 + 1 4. ആൻസർ എത്ര കിട്ടി? 40 എന്ന് കിട്ടി. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ സ്റ്റക്ക് ആവുന്നെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും സി ക്വസ്റ്റ്യനും വായിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ കിട്ടും. മാത്രമല്ല, ആ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും സി ക്വസ്റ്റ്യനും തമ്മിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? ഒരു കണക്ഷനും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ഓക്കെ ആണല്ലോ. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ, സോ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? വാട്ട് ഈസ് ദ സം ഓഫ് ദ 7 ടേംസ് ഓഫ് ദ ഫ്രം ദ ഫസ്റ്റ് ടു 7? ഓക്കെ, 1 മുതൽ 7 വരെ ഉള്ളത്. ഓക്കെ, 1 മുതൽ 7 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വരും? 1 വരും, 2 വരും, 3 വരും, 4 വരും. അങ്ങനെ 7 വരെ എഴുതാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതായത് നേരത്തെ നമ്മൾ എവിടെ കണ്ടുപിടിച്ചേ? x2 മുതൽ x6 വരെയുള്ള നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചത് എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു 40. അതിൻ്റെ കൂടെ ആരും കൂടെ വന്നു? x1ഉം വന്നു, x7ഉം വന്നു ഇല്ലേ?
ഓക്കെ. സോ x1ഉം x7ഉം കൂടെ അതിൻ്റെ കൂടെ കൂട്ടുക. x7ഉം x1ഉം എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 16 കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം 16 എന്ന് പറയുന്നത് 40ൻ്റെ കൂടെ കൂട്ടിയാൽ പോരെ. ഓക്കെ, മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. അതായത് x2 മുതൽ x6 വരെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇല്ലേ. എത്രയാണ് കണ്ടുപിടിച്ചു? 40 കണ്ടുപിടിച്ചു. അതിൻ്റെ കൂടെ ഇപ്പോൾ ആര് കൂടെ വന്നു? 1 മുതൽ 7 വരെ എന്ന് പറയുമ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4, 5, 6, 7. ഓക്കെ, 2 മുതൽ 6 വരെയുള്ളത് ഓൾറെഡി എത്രയാണെന്ന് 40 കണ്ടുപിടിച്ച് വെച്ചേക്കുക. അതിൻ്റെ കൂടെ 1ഉം 7ഉം കൂടിയെന്ന് മാത്രം. 1ഉം 7ഉം എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 16 മേലെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ അത് ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ പോരെ. ഓക്കെ, സോ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച 40ഉം പ്ലസ് 16ഉം ഈസ് ഈക്വൽ ടു 56. എങ്ങനെ 40 വന്ന് എങ്ങനെ 16 വന്നതെന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്നും കൂടെ ബാക്ക് അടിച്ചിട്ട് കാണണം, മനസ്സിലാക്കണം, എന്നിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ജസ്റ്റ് മകപ്പ് ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ആൻസേഴ്സ് നല്ല പക്കയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ടോട്ടൽ എത്ര എന്ന് കിട്ടി? 56 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഇത് ശരിയാണോ നമുക്ക് നോക്കണ്ടേ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, 4th ക്വസ്റ്റ്യൻ ഇതുവരെ എഴുതിയിട്ടാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡിൽ ടേം എത്രയാണ് നമുക്കറിയാം. മിഡിൽ ടേം 8 അറിയാം. ഓക്കെ, മൊത്തം എത്ര ടേംസ് ഉണ്ട് നോക്കിയേ. മൊത്തം എത്ര ടേംസ് ഉണ്ട്? 7 ടേംസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലേ. മിഡിൽ ടേം എന്ന് പറയുന്നത് 8 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 7. 7 ഇൻറ്റു 8 എത്രയാണ്? 56 അല്ലേ. അതന്നെയല്ലേ നമുക്ക് സമ്മായിട്ട് തൊട്ട് മുകളിൽ കിട്ടിയ 1 മുതൽ 7 വരെ ഉള്ളതിൻ്റെ സം എത്രയാണ്? 56. മനസ്സിലായോ ആ ഒരു കണക്ഷൻ? നിങ്ങൾക്ക് അതൊരു ക്വസ്റ്റ്യനും ഇതുമായിട്ട് നമ്മുടെ തിയറി ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു പോകുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു മാത്രം. സോ സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഫോളോ ചെയ്ത് പോകുന്നത്. പക്ഷേ മക്കൾക്ക് കൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആണെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. സോ തിയറി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ പോർഷൻ ഒന്നുകൂടെ നന്നായിട്ട് കാണുക കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ടാണ് ഈ മിഡിൽ ടേമിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ കണ്ട് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ വീഡിയോ മനസ്സിലാവാത്തവർ റിപ്പീറ്റ് ചെയ്ത് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്ലാസ്സുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.